അപ്പോൾ കാണുന്ന ഒരു വളവിന്ന് നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് പോരണം കേട്ടോ. അതായത് ലെഫ്റ്റിക്ക് ഒരു വഴി കട്ടാവും. അപ്പോൾ വഴി കൂടെയാണ് കടമ്പാറയ്ക്ക് പോകാനുള്ളത്. പ്രത്യേകിച്ച് കടമ്പാറ കാണാമെന്ന് വെച്ചാൽ നമ്മൾ ആ പോകുന്ന വഴി ഉണ്ടല്ലോ, ഒരു ഫോറസ്റ്റ് റൂട്ട് കൂടെയാണ് നമ്മൾ ഷോളയൂർ വരെ നമുക്ക് പോകാൻ പറ്റും ആ റോഡ് കൂടെ. അത്ര സൂപ്പറായ കാഴ്ചകളാണ്. അതായത് നമ്മൾ അട്ടപ്പാടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കാണാത്ത ഓരോ കാഴ്ചകളാണ്. ഇങ്ങനത്തെയൊക്കെ മലനിരകൾ തന്നെ അട്ടപ്പാടിയിൽ ഉണ്ടോയെന്ന് പോലും നമുക്കൊക്കെ സംശയം ഉണ്ടാവും. അത്രമാതിരി ഒരു പ്രത്യേകതര ഒരു കാട്ടുകൂടെയാണ് നമ്മൾ മൊത്തം പോകാനുള്ളതും. ഫുൾ ഓഫ് റോഡാണ് കേട്ടോ, ടാർ ചെയ്തിട്ടൊന്നുമില്ല, ഒക്കെ മണ്ണ് റോഡാണ്. മണ്ണ് റോഡ് കൂടെ തന്നെ വേണം നമ്മൾ പോകാൻ. അപ്പോൾ പോണ വഴിക്ക് നല്ല അനിമൽസ് ശല്യമൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. എലിഫൻ്റൊക്കെ വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഫുള്ള് ഫെൻസിങ് ആണ്. പക്ഷേ ഇവിടെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മരത്തിൽ ഒരു ആന അങ്ങനെ ഒരതിയ പാടുകളൊക്കെ ഇഷ്ടം മാറിയിട്ട്. അപ്പോൾ മനസ്സിലായി സ്ഥലം കണ്ടപ്പോൾ തന്നെ നല്ല ആനയൊക്കെ ശല്യമൊക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ മനസ്സിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു വലിയ പുളിമര കേട്ടോ. പക്ഷേ ഇത് ആന അങ്ങനെ മുതു വരുതിയതാണ് ഈ പാടൊക്കെ. ഇതൊക്കെ ഒരുപാട് മേലെയാണ്, ഏകദേശം ഇന്നേക്കാട്ടിലൊരു 4-5 അടി മേലെയാണ് ഈ മണ്ണ്, ഈ വെറുതെ പാടൊക്കെ. അപ്പോൾ മുതു വരുതിയൊക്കെയാണ് ഇതൊക്കെ ഫുള്ളായിട്ട് ഇവിടെ ഒക്കെ ഉണ്ട്. അങ്ങനെ ആന മുതു വരുതിയൊക്കെ കേട്ടോ. ഇതൊക്കെ ഈ ഫുള്ള് മരത്തിൽ കൂടിയും ചളി തേച്ച് വന്നിട്ട്. അപ്പോൾ നല്ല അനിമൽ സൈറ്റിംഗ് ഒക്കെ ഉള്ള ഏരിയയാണ്. നല്ല നല്ല അടിപൊളി ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് നല്ല യാത്ര ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര മനോഹരമായ സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ സൗകര്യമാവും.